ഇന്ന് ഞാനൊരു റീവർക്ക് ആട്ടോ ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമർ വേറെ ആരെക്കൊണ്ടോ ചെയ്യിപ്പിച്ചപ്പം ശരിയാവാതെ വന്നൊരു വർക്കായിരുന്നു. പ്രിസർവേഷൻ ആണ്, ഹെയർ ആണ് കേട്ടോ അതിനകത്ത് പ്രിസർവ് ചെയ്തിട്ടുള്ളത്. ബട്ട് അതൊട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ കൈ വെച്ചിങ്ങനെ അമർത്തിയാൽ ആ ഡ്രസ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറും. അത്രയും ഡ്രൈ ആവാതെ ഉണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു അത്. നോർമലി ഞാനിങ്ങനെ റീവർക്ക് എടുക്കാറില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇതുപോലെ പ്രിസർവേഷൻ വർക്കൊക്കെ ആകുമ്പോൾ അതിനകത്തുനിന്ന് ആ ഹെയർ എടുക്കുക എന്നുള്ളത് അത്യാവശ്യം ടാസ്ക് ഉള്ളൊരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല റീവർക്ക്. പക്ഷെ കസ്റ്റമർ എന്നോട് പറഞ്ഞു ആളുടെ അമ്മയുടെ ഓർമ്മക്കായിട്ട് ഇനി ഹെയർ മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അത് മാത്രമല്ല എന്നെ കൊണ്ട് പറ്റുന്നതിലും എത്രയും നന്നായിട്ട് അത് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അതിനകത്തുനിന്ന് ഹെയർ എങ്ങനെയൊക്കെ പുറത്തെടുത്തു. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ളതിനെ വെച്ചിട്ട് ഏറ്റവും കുഞ്ഞേ പെൻഡന്റിൽ ചെയ്താൽ മതി, പിന്നെ ബോയ്സിന് വേണ്ടിയിട്ടാണ്, സോ ആ ഒരു മോഡലിൽ ചെയ്താൽ മതി എന്ന്. അപ്പം അത് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. അതിനകത്തുനിന്ന് എടുത്ത ഹെയർ ആയതുകൊണ്ട് അത്യാവശ്യം സ്റ്റിഫായിരുന്നു ആ ഹെയർ. അപ്പോൾ അത് ഈ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് എങ്ങനെയൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. ആൻഡ് കസ്റ്റമറിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആൾ സാറ്റിസ്ഫൈഡ് ആണ്. അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. അപ്പം നമ്മുടെ വർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പത്തേയുള്ളൂ.